ഇസ്രയേൽ ഇറാനിൽ നടത്തിയ കടന്നാക്രമണം ഏറ്റവും പ്രതികൂലമായി ബാധിച്ചത് വിമാനയാത്രയാണ്. പ്രശ്നബാധിത രാഷ്ട്രങ്ങളുടെ ആകാശം ഒഴിവാക്കാൻ നിർബന്ധിതമായതോടെ 650 സർവീസുകളാണ് ഇതിനകം റദ്ദാക്കിയത്. എണ്ണവില വീപ്പയ്ക്ക് $63 നിന്ന് $73 കുതിച്ചുയരുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ, ഇസ്രയേൽ, സിറിയ, ജോർദാൻ, ഇറാഖ് ഈ 5 രാജ്യങ്ങളുടെ ആകാശത്തുകൂടി വെള്ളിയാഴ്ച മുതൽ ഒറ്റ വാണിജ്യ വിമാനങ്ങളും പറക്കുന്നില്ല. ഇസ്രയേലും ഇറാനും ജോർദാനും വ്യോമാതിർത്തികൾ അടയ്ക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. ഇറാൻ ആഭ്യന്തര സർവീസുകൾ ഉൾപ്പെടെ മുഴുവൻ വിമാന സർവീസുകളും നിർത്തിവെച്ചു. ന്യൂയോർക്കിൽ നിന്ന് ഇസ്രയേലിലെ ടെൽ അവീവിലേക്കുള്ള വിമാനം 8 മണിക്കൂർ പറന്ന ശേഷം പുറപ്പെട്ട സ്ഥലത്തു തന്നെ തിരിച്ചിറങ്ങി. യൂറോപ്പിൽ നിന്നുള്ള 650 സർവീസുകളാണ് 24 മണിക്കൂറിനിടെ റദ്ദാക്കിയത്. ഇസ്രയേൽ തൊടുത്തുവിട്ട മിസൈലുകൾ ആദ്യം പിടിച്ചുലച്ചത് എണ്ണ വിപണിയെയാണ്. ഒരു വീപ്പയ്ക്ക് $63 വരെ താഴ്ന്നിരുന്ന വില കുതിച്ചുയർന്നു. $73 ഈ ആഴ്ചയിലെ വ്യാപാരം അവസാനിപ്പിച്ചത്. $10 കുതിച്ചുയരുന്ന അസാധാരണ കാഴ്ചയായിരുന്നു വിപണിയിൽ. യുദ്ധം പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ നീക്കത്തെ ബാധിക്കുമെന്നതിനാലാണ് വില കുതിച്ചുയരുന്നത്. ഒപെക് എണ്ണയുൽപാദനം കുറച്ചതും വില ഉയരാൻ കാരണമായി. ആക്രമണത്തിന് പിന്നാലെ ലോകമെങ്ങും ഓഹരികളിൽ കാര്യമായ വിറ്റൊഴിക്കലുണ്ടായി. എല്ലാ സൂചികകളും 2 മുതൽ 8% വരെ നഷ്ടം കാണിച്ചു. നിക്ഷേപം സ്വർണത്തിലേക്ക് മാറുന്നതിന്റെ സൂചനയായി ആഗോള സ്വർണ്ണവിലയും ഉയരുകയാണ്. തിങ്കളാഴ്ച വ്യാപാരം ആരംഭിക്കുമ്പോഴാണ് വിപണിയുടെ യഥാർത്ഥ സ്ഥിതി വ്യക്തമാവുക. ബിസിനസ് ഡെസ്ക്, ന്യൂസ് മലയാളം.